തൃശൂരിൽ പട്ടാപ്പകലാണ് വൻ സ്വർണ്ണ കവർച്ച നടന്നത്. സ്വർണ്ണ വ്യാപാരിയും സുഹൃത്തിനെയും ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണമാണ് കവർന്നത്. കോയമ്പത്തൂരിൽ നിന്ന് കാറിൽ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങളാണ് ദേശീയപാതയിൽ കുതിരാന് സമീപം 3 കാറുകളിലായി പിന്തുടർന്നെത്തിയവർ തട്ടിയെടുത്തത്. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സ്വർണ്ണക്കടത്ത് സംഘമെത്തിയ കാറിന്റെ നമ്പറുകൾ വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിർമ്മിച്ച സ്വർണ്ണാഭരണങ്ങളുമായി തൃശൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു വ്യാപാരിയും സുഹൃത്തും. 3 കാറുകളിൽ പിന്തുടർന്നെത്തിയ സംഘം കുതിരാന് സമീപം കല്ലിടുക്കിൽ വെച്ച് വാഹനം തടഞ്ഞു. പിന്നീട് നടന്നത് സിനിമയെ വെല്ലുന്ന രംഗങ്ങളാണ്. ആൾത്തിരക്കുള്ള ദേശീയപാതയിൽ നട്ടുച്ചയ്ക്കാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയതെന്നതാണ് ആരെയും ഞെട്ടിപ്പിക്കുന്നത്. രണ്ട് ഇന്നോവ, ഒരു റെനോൾട്ട് എന്നീ കാറുകളിൽ മുഖം മറച്ചാണ് കവർച്ചാ സംഘം എത്തിയത്. സ്വർണം കൊണ്ടുവന്നിരുന്ന സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്നെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി. ശേഷം കാറിലുണ്ടായിരുന്ന സ്വർണ്ണ വ്യാപാരി തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശി അരുൺ സണ്ണിയെയും സുഹൃത്ത് പോട്ട സ്വദേശി റോജി തോമസിനെയും കത്തിയും കൈക്കോടാലിയും കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയുമായിരുന്നു. തുടർന്ന് കാറിൽ നിന്ന് ഇരുവരെയും പുറത്തിറക്കിയ ശേഷം സ്വർണവും കാറും കടത്തിക്കൊണ്ടുപോയി. പിന്നാലെ വന്ന കാറിൽ ഇരുവരെയും കയറ്റി. വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച ശേഷം സംഘം കാറിൽ സ്വർണം തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. ഇതോടെയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാറുമായി സ്വർണം പൊട്ടിക്കാനെത്തിയ സംഘം കടന്നത്. ഇതിനിടയിൽ ഇരുവരെയും മർദ്ദിച്ച് 2 ഇടങ്ങളിൽ ഇറക്കി വിട്ടു. പിന്നീട് സ്വർണം കൈക്കലാക്കിയ ശേഷം കാർ പുത്തൂരിന് സമീപത്തെ വർക്ക്ഷോപ്പിൽ ഉപേക്ഷിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ പീച്ചി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അക്രമികളെത്തിയ വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സ്വർണം പൊട്ടിക്കൽ തന്നെയാണ് നടന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. സുരക്ഷിതമെന്ന് കരുതിയ ദേശീയപാതയിൽ അരങ്ങേറിയ കുറ്റകൃത്യം പോലീസിന്റെ വീഴ്ചയെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ക്യാമറാമാൻ വിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24.